ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന കുറേ ചോദ്യങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എക്സാം വളരെ അടുത്തെത്തിരിക്കുകയാണ്. പഠിക്കാൻ നിങ്ങൾക്ക് ഗ്യാപ്പ് ഒന്നുമില്ല. കിട്ടുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മാക്സിമം നിങ്ങൾ ചെയ്തു, അല്ലാതെ പഠിക്കുക. പിന്നെ ഉറക്കം സാധാരണ പോലെ തന്നെ ഒരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങുക. ഉറക്കം ഒഴിച്ച് നിങ്ങൾ പഠിക്കരുത്. ഈ ഒരു സമയം നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതിലെന്ത് ചെയ്യേണ്ട, അതിൽ കൂടണ്ട. 8 മണിക്കൂറിലൊക്കെ ഒന്നും പോകണ്ട. അപ്പോൾ ഈ ഒരു മാസം കഠിനാധ്വാനം ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ A+ ഫുൾ മാർക്ക് കിട്ടും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡോൺ വറി, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് നമുക്ക് ഏറ്റവും അടിപൊളിയാക്കി മാറ്റേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. രാവിലെ 6 മണിക്ക് ഇവിടേക്ക് വന്നതാണ്. ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ വീഡിയോ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ഫ്രണ്ട്സിനും SSC ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സൈലത്തിൻ്റെ SSC കമ്മ്യൂണിറ്റി ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. സോ എൻ്റെ പേര് ഷാഹിദ് റംസാൻ, സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന അതേ രീതിയിലാണ് നിങ്ങൾ പോകുന്നത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൽ ഇത്രയും ആംഗിളുകൾ തന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം. ഇതുപോലത്തെ 30 ഡിഗ്രിയോ 60 ഡിഗ്രിയോ അല്ലെങ്കിൽ 120 ഡിഗ്രിയോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ 45 ഡിഗ്രിയോ കണ്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ സംശയരോഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്താണ് സംശയരോഗം? മറ്റൊന്നല്ല, 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളുകൾ വരുന്ന ഏതൊരു ട്രയാങ്കിളിൻ്റെയും സൈഡുകളുടെ റേഷ്യോ 1:√3:2 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ്. അതേപോലെ 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഏതൊരു മട്ട ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്. അതിൽ നിന്നുമാണ് ഈ ചോദ്യം വന്നത്. നമുക്ക് നോക്കാം. സോ ആംഗിൾ C 30 ഡിഗ്രി ആണ്. ഇത് 120 ഡിഗ്രി ആണ്. ഓൾസോ DC = 10 തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആംഗിൾ DAC എത്ര? മക്കളെ, ഇതേപോലെ ചോദ്യം നിങ്ങൾക്ക് ആംഗിൾ ഓഫ് എലവേഷനിൽ ചോദിക്കാറുണ്ട്, മേൽക്കോണും ആയിട്ട് ബന്ധപ്പെട്ട്. സോ ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് 30 120. സോ ഇത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD എന്ന് പറയുന്ന വരയുടെ ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. അതും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന വരയും ഈക്വൽ ആണ്. സോ ഇത് 10 ആണെങ്കിൽ ഇതും 10. കാരണം രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണ്. സോ 10. അടുത്ത വാട്ട് ഈസ് ആംഗിൾ ADB എന്ന് പറയുന്ന ആംഗിൾ എത്ര എന്നാണ് ചോദിച്ചത്. അതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അപ്പോൾ ഏതാണ് സിംഗിൾ അല്ലാത്തതെന്നില്ല, സിംഗിൾ അല്ല, കമ്മിറ്റഡ് ആയിട്ടുള്ള ഏതാണ് സിമ്പിളായ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ദ ലെങ്ത് ഓഫ് BD ആൻഡ് AC, BDയും ACയും തമ്മിലുള്ള ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. കമ്പാരിറ്റീവ് ഇതാണ് കുറച്ചൊരു ടഫായിട്ട് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് വെച്ചുകൊണ്ട് ഈ കാണുന്ന ആംഗിളിൻ്റെ റേഷ്യോ വെച്ചുകൊണ്ട് എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി കിട്ടിയത് കൊണ്ട് ഇത് 90ഉം ഇത് 30ഉം ആണ്. സോ BDയുടെ ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് BD. അതിന് ഈ കാണുന്ന ഹൈപ്പട്ന്യൂസ് അറിയാം. സോ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. 90ന് ഓപ്പോസിറ്റ് 10 നമുക്കറിയാം. സോ 30ന് ഓപ്പോസിറ്റ് 5 ആയിരിക്കും. 60ന് ഓപ്പോസിറ്റ് 5√3 ആയിരിക്കും. പക്ഷേ ഇവിടെ ABയുടെ ലെങ്ത് കാണാൻ പറഞ്ഞിട്ടില്ല, പകരം ACയുടെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞത്. അപ്പം എങ്ങനെ ചെയ്യും? അതാണ് ഇതിലത്തെ ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ACയുടെ ലെങ്ത് എങ്ങനെ കാണാം? അപ്പം അതിന് നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. ആ റേഷ്യോ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ യൂസ് ചെയ്യാം. ആ ഒരു ആംഗിൾ വെച്ചിട്ടുള്ള റേഷ്യോ നമുക്ക് സൈഡിൻ്റെ റേഷ്യോ കണ്ടെത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഈ കാണുന്ന ചോദ്യത്തിൽ 30 ഡിഗ്രി 30 ഡിഗ്രി അതിൻ്റെ ഓപ്പോസിറ്റ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 + 5 15 തന്നിട്ടുണ്ട്. 15. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 15 ആണെങ്കിൽ മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ. 1:√3:2 ആണ്. ഇവിടെ 4√3 ആണെങ്കിൽ ഇവിടെ 4 ആണ്. ഇവിടെ 8 ആണ്. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ കൂടെ √3 ഇല്ലാത്ത ടേം ആണ് വന്നതെങ്കിൽ സിമ്പിൾ ട്രിക്ക് ഇത്രേ ഉള്ളൂ. ബാക്കി രണ്ട് സ്ഥലത്തും നിങ്ങൾ ഡിനോമിനേറ്ററിൽ √3 ഇട്ട് കൊടുക്കുക. ഇവിടെ 15 ആണെങ്കിൽ ഇത് 15, ഇവിടെ 30. സോ 15/√3 ആണ് ആൻസർ വരുന്നത്. 30ക്ക് ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് 30/√3 ആണ്. പക്ഷേ നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പോൾ നമ്മുടെ എക്സാം സിസ്റ്റം ഒക്കെ മാറിയത് കൊണ്ട് 30/√3 എന്ന് എഴുതിയാൽ ഫുൾ മാർക്ക് ചിലപ്പോൾ തരണമെന്നില്ല. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ലെവലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 30/√3 ആ √3 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു √3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ √3 ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30√3 / 3 എന്ന് വരും. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. 30നെയും 3നെയും നമുക്ക് കട്ട് ചെയ്യാം. സോ 30/3 എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് 10√3 എന്ന് ഫൈനൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൽ ഒരു വെറൈറ്റി ഉള്ള ചോദ്യം. അന്ന് 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള
അസേഷൻ ആൻഡ് റീസണിങ്, അതായത് നമുക്ക് കാരണമൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരെ ഇതിൽ നിന്ന് വരാം. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് അറിയുക, പഠിക്കുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ കാണുന്ന ചിത്രത്തിൽ ആംഗിൾ ബി 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് AB 5 തന്നിട്ടുണ്ട്. ഇത് 13 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈ യൂസിങ് പൈതഗോറസ് തിയറം നിങ്ങൾക്ക് BC കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്, അഥവാ ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 169 25 കുറച്ചാൽ 144 കിട്ടും. ദാറ്റ് ഈസ് 12. ഓക്കെ, നമ്പർ 5, 12, 13 എന്ന് പറയുന്ന പൈതഗോറിയൻ ട്രിപ്ലറ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, സൈൻ എ എന്ത്, കോസ് എ എന്ത്, ടാൻ എ എന്ത് എന്നാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും ചോദ്യം വരും. സൈൻ എ എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ് 12/13 ആണ്. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ് ആണ്, സെമി പോർഷൻ ബൈ കർണം. അത് അറിയാത്ത ആളുകൾക്ക് ഇത്രേ ഉള്ളൂ. സോ കാട്ടോ, ആരെങ്കിലും സുഖമാണോ വെച്ചാൽ നിങ്ങൾ എന്താ മതി, സോ കാട്ടോ എന്ന് പറഞ്ഞാൽ മതി. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പർന്യൂസ്, ആൻഡ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ, അത് സൈൻ എക്സ് ചോദിച്ചു എന്ത് കഴിച്ചു, കോസ് പറഞ്ഞു സമൂസ കഴിച്ചു, എനിക്കും സമൂസ വേണം. ആ ഒരു ഐഡിയ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സോ അടുത്തതായിട്ട് നിങ്ങൾക്ക് ടാൻ എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടാൻ എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടാൻ എ കണ്ടുപിടിക്കാൻ സൈൻ എ ബൈ കോസ് എ ചെയ്താൽ മതി. ഇപ്പോൾ 13 കട്ടായി 12/5 എന്ന് എഴുതാം. അല്ലെങ്കിൽ ചിത്രം നോക്കിയാൽ എന്ത് കിട്ടും? ടാൻ എ 12/5 എന്ന് എഴുതാം. ഇതാണ് ഐഡിയ കേട്ടോ. അപ്പോൾ മാക്സിമം അത് യൂസ് ചെയ്യുക. ഇനി അടുത്തത്, പ്രൂവ് ദാറ്റ് സൈൻ എ ഈക്വൽ ടു കോസ് സി എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. സിമ്പിളാണ്. സൈൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 12/13 ആണ്. ഇനി കോസ് സി കണ്ടുപിടിച്ചാൽ മതി. കോസ് സി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് കോസ് സി? കോസ് സി പറഞ്ഞാൽ സെമി പോർഷൻ ബൈ കർണം, ദാറ്റ് ഈസ് ഓൾസോ 12/13. പ്രൂവായി, ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് പ്രൂവായി. ഇത്രേ ചെയ്യാനുള്ളൂ. അടുത്ത ചോദ്യം, കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ. മക്കളെ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കാം. കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു, കോസ് എ ഇൻറ്റു ടാൻ എ ഈക്വൽ ടു സൈൻ എ. ഇതേ ചോദ്യം നിങ്ങൾക്ക് തിരിച്ചും വരാം. അത് ഈ ഇൻറ്റു കോസ് എനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടാൽ എന്തായി? ബൈ കോസ് എ. അപ്പോൾ സൈൻ എ ബൈ കോസ് എ ഈക്വൽ ടു ടാൻ എ. ഇങ്ങനെയും അത് പറയാം. ഓക്കെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദ്യം പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ കോസ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 5/13 ആണ്. ടാൻ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 12/5 ആണ്. ആൻഡ് സൈൻ എ ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 5 × 12 15 50 2 5 10. ഇതല്ലേ കോസ് എ ഇൻറ്റു ടാൻ എ. കോസ് എ ഇൻറ്റു ടാൻ എ ഈസ് ഈക്വൽ ടു, യെസ്, കോസ് എ എന്ന് പറഞ്ഞാൽ 5/13. ഓക്കെ, നമുക്ക് സിമ്പിളാണ്. 5ഉം 5ഉം കട്ട് ചെയ്താൽ മതി, വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. 5ഉം 5ഉം കട്ട് ചെയ്താൽ 12/13 എന്ന് കിട്ടും. 12/13 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു, യെസ്, സൈൻ എ ആണ്. പ്രൂവായി. ഓക്കെ, ഇത് എത്ര ഉള്ളൂ പ്രൂവ് ചെയ്യാൻ. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് എൻ്റെ വക ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള, എക്സാം ടഫ് ആവുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ, നമ്മളെ കുഴക്കുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്തും നമ്മൾ ഒരിത്തിരി പോലും പതറാതെ ആ ചോദ്യത്തിലേക്ക് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ സ്ക്വയർ എ ആണ്. അപ്പോൾ സൈൻ എ നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ ഫസ്റ്റ് സ്റ്റെപ്പായി. സോ സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ 12/2/13² പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ 5/2/13². അപ്പോൾ എന്ത് കിട്ടും? 12² എന്ന് പറഞ്ഞാൽ 144, 13² എന്നാൽ 169, 5² എന്നാൽ 25, 13² എന്നാൽ 169. അപ്പോൾ നമുക്ക് ആൻസറായി 144 + 25. കാരണം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, അഥവാ ഛേദം രണ്ടും തുല്യമാണ്. സോ ആൻസർ വന്നിട്ട് 169/169 1 ആയി. ഇത്ര സിമ്പിളായിട്ടാണ് പ്രൂവ് ചെയ്ത്. ചോദ്യം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഇത് ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻസേ എക്സാമിന് വരുള്ളൂ കേട്ടോ. നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇതേപോലെ അത്യാവശ്യം രസമുള്ള പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് അടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. ഈ കാണുന്ന ചിത്രത്തിൽ ആംഗിൾ എ എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇത് 44 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണ്. സോ ഇത് 46 ഡിഗ്രി ആയിരിക്കും. മക്കളെ ഇതുപോലത്തെ വീഡിയോസ് അടുത്ത ചാപ്റ്ററിൻ്റെ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയുള്ള കുറേ ചോദ്യങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ ആവശ്യമുണ്ട് എങ്കിൽ അടുത്ത പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്റർ ഏതിൻ്റെതാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് tan 44? tan 44 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. tan 44 എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം, ദാറ്റ് ഈസ് AB ബൈ BC.
സോ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം AB/BC ആണ്. എന്നാൽ ഇതിൻ്റെ അടുത്ത ചോദ്യമാണ് ഇതിൽ A+ നിർണ്ണയിക്കുന്നത്. പല കുട്ടികൾക്കും അറിയാത്ത അടിപൊളിയുള്ള ഒരു ചോദ്യം. tan 44 × tan 46 = 1 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ചോദ്യം കാണുമ്പോൾ എന്നെ പേടിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. tan 44 കണ്ടെത്തണം, tan 46 കണ്ടെത്തണം. രണ്ടൊന്ന് കണ്ടെത്തിയിട്ടൊന്ന് ഗുണിച്ച് നോക്കി. tan 44 ഓൾറെഡി ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്, AB/BC. ഇനി tan 46 കണ്ടെത്തിയാൽ മതി. tan 46 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം BC/AB ആണ്. സോ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ AB/BC × BC/AB. അപ്പം BCയും BC കട്ട് ചെയ്താൽ എന്ത് കിട്ടും? AB/AB. പ്രൂവ് ആയി. എന്ത് രസത്തിലല്ലേ ഇതൊക്കെ പ്രൂവ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് പ്രൂവ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് മനസ്സിലായി. ഇപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കിട്ടുന്ന നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. ആ പോസിറ്റീവ് ഫീൽ യൂസ് ചെയ്തുകൊണ്ട് മാത്സ് ഇങ്ങനെ പഠിച്ച് പോവാം. ഇന്നലെ ഞാൻ സ്കൂളിൽ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടേക്ക് എൻ്റെ 2 മക്കൾ, നമ്മളെ കുട്ടികൾ, എൻ്റെ മക്കളല്ല, ഐ മീൻ 2 സ്റ്റുഡൻസ് നമ്മൾ പഠിപ്പിച്ച നമ്മളെ മക്കൾ തന്നെ അടുത്തേക്ക് ഓടി വരികയാണ്. +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മോള് 2 മോളുകൾ വന്ന് പറഞ്ഞു, സാറേ മാത്സിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, ഭയങ്കര എനിക്ക് വെറുപ്പായിരുന്നു, ഒട്ടും താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് സാറിൻ്റെ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങിയത്. SLC പഠിക്കുന്ന സമയത്താട്ടോ പറയുന്നത് ഇവർ ക്ലാസ് കാണുന്നത്. അങ്ങനെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. +1 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് മാത്തമാറ്റിക്സിനോടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ വെള്ളം വരുന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സന്തോഷത്തിൻ്റെ കണ്ണീര് വന്നു. അപ്പോൾ ഭയങ്കര ഫീലായിരുന്നു അത്. അപ്പോൾ ഇതുപോലത്തെ കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുക എന്നതാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. സോ നിങ്ങളും അങ്ങനെ ആവട്ടെ. ഏതെങ്കിലും കുട്ടികൾ മാത്സ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ മനസ്സിലായാലോടാ, നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ എന്താവാം, ഒരു കുട്ടിയുടെ ഭാവിയെ തന്നെ രക്ഷിച്ചേക്കാം. ഒരു ക്ലാസ് കണ്ടിട്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുകയാണ്, ഉറപ്പായിട്ടും ബാക്കിയുള്ള ക്ലാസ് ആ കുട്ടി കണ്ടോളൂ. ഇതൊന്നും ഞാനൊരിക്കലും നിങ്ങളെ ഫുൾ A+ലേക്ക് എത്തിക്കല്ല. നിങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഫുൾ A+കളിലേക്കും മാത്സിൻ്റെയൊക്കെ അടിപൊളിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നത് കേട്ടോ. അങ്ങനെ വരട്ടെ, വളരട്ടെ കേട്ടോ. ഇനി ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോ. അതിൽ ആദ്യത്തെ ചോദ്യം, ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരലലോഗ്രാം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഹൈറ്റ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഹൈപ്പട്ന്യൂസ് ഏതാ നോക്കുക. ചിലപ്പോൾ ഈ വര ഇവിടെ ഉണ്ടാവില്ല. എന്നിട്ട് ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വര വരക്കണം. അപ്പോൾ ഹൈറ്റ് കാണാൻ സിമ്പിൾ ട്രിക്ക് ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന ഇതിൻ്റെ ഹൈപ്പട്ന്യൂസ് ഇൻറ്റു സൈൻ ആംഗിൾ ചെയ്താൽ മതി. അതായത് 10 × sin 40. ഇത് എങ്ങനെ വന്നു വെച്ചാൽ നമ്മൾ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്ത ആൾക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ആംഗിളേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പട്ന്യൂസ് അറിയാം, കർണം അറിയാം, എതിർവശം കാണണം, കർണം അറിയാം. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് സൈനാണ്. സോ sin 40 = എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. സോ ഈ ബൈ 10 അങ്ങോട്ട് കൊണ്ടുവന്നാൽ 10 × sin 40 = h എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തും. 10 × sin 40 = h. 10 × sin 40 = അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് sin 40യുടെയും cos 40യുടെയും വാല്യൂ വന്നിട്ടുണ്ടാവും. tan 40യുടെ വന്നിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് 3 വാല്യൂസ് തരുന്നത്. പക്ഷേ നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചിരിക്കുക. നമുക്ക് പഠിക്കാനുള്ള 90% ഇക്വേഷൻസ് സൈനുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ എന്ന് കാര്യം എല്ലോ സൈനാന്ന് വിചാരിക്കരുത് കേട്ടോ, ചിന്തിക്കണം. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 × sin 40 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 10 × sin 40 എന്നാൽ 0.64. ദാറ്റ് ഈസ് ഇക്വൽ ടു 6.4 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വേണമെങ്കിൽ 10 × 64/100 എന്ന് എഴുതാം. 0 വെട്ടാം. 64/10 6.4. അടുത്ത ചോദ്യം, ഇതിൻ്റെ പരപ്പളവ് എത്ര? ഏരിയ പറഞ്ഞാൽ പാദം ഇൻറ്റു ഉയരം, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് 20 × 6.4. ഇത് എത്ര നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എത്ര ആണല്ലോ കേട്ടോ. അപ്പോൾ അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ B = 40 ആണ്, AB = 20 ആണ്, BC = 25 ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, AP-യുടെ നീളം എത്ര? അപ്പോൾ കർണം അറിയാം, അഥവാ ഹൈപ്പട്ന്യൂസ് അറിയാം, ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. സിമ്പിൾ sin 40 യൂസ് ചെയ്യാം. ഓപ്പോസിറ്റ് ബൈ 20. സോ 20 × sin 40 = ഹൈറ്റ്. ഇങ്ങനെ കിട്ടും. ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തും. sin 40യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടാവും. സോ 20 × 0.64. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ മോഡൽ ആൻസർ കിട്ടും. 10 × 0.64 എത്രയാണ്? ദാറ്റ് ഈസ് 6.4 ആണ്. അപ്പോൾ 20 ആകുമ്പോൾ 12.8 കിട്ടും. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ്. അടുത്ത ചോദ്യം, ട്രയാങ്കിൾ ABCയുടെ ഏരിയ. മക്കളെ, ട്രയാങ്കിൾ ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ½ ആണ്. ½ BH. ഞാൻ വീണ്ടും പറയാണ്, ഈ ഒറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും?
ഈ ചാപ്റ്റർ മുഴുവൻ ഐഡിയയും കിട്ടും. സോ ഹാഫ് BH ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, പാദം പറഞ്ഞാൽ 25 ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12.8 ആണ്. സോ 12.8ഉം 2 നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ദാറ്റ് ഈസ് 6.4 കിട്ടും. സോ 25 ഇൻറ്റു 4 ചെയ്താൽ 6.4 ചെയ്താൽ എന്തായി ആൻസർ ആയി. അതായത് 25 ഇൻറ്റു 64/10 നിങ്ങൾ ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 64/10, 25 ഇൻറ്റു 64 എത്രടാ? 25 ഇൻറ്റു 60 1600/10 160 കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സോ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇതേ ചോദ്യത്തിൽ ഇതിൻ്റെ ട്രിക്ക് ഞാൻ കാണിച്ചുതരാം. ഫൂഫു ട്രിക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഫൂഫു ട്രിക്ക്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ രണ്ടും അറിയാം, ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ആ ചോദ്യമെങ്കിൽ ആ തന്നിരിക്കുന്നതിൽ ഹൈപ്പട്ന്യൂസ് ഇൻറ്റു ഇതിൻ്റെ സൈൻ ആംഗിൾ ചെയ്താൽ ഹൈറ്റ് കിട്ടും. ഹൈപ്പട്ന്യൂസ് എത്രയാണ്? 20 ഇൻറ്റു സൈൻ ആംഗിൾ sin 40. ഇത് ഡയറക്റ്റ് ചെയ്താൽ തന്നെ ഹൈറ്റ് കിട്ടും. ഏരിയ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് ഇൻറ്റു ആ രണ്ട് സൈഡും എടുക്കുക, 25 ഇൻറ്റു 20 ഇൻറ്റു sin 40 അത് ചെയ്താൽ മതി. 25 ഇൻറ്റു 20 ഇൻറ്റു sin 40. ഓൾറെഡി നിങ്ങൾ 20 ഇൻറ്റു sin 40 ഇവിടെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു ഈ തന്നിരിക്കുന്ന h ചെയ്താൽ മതി. അതാണ് സിമ്പിൾ ട്രിക്ക്. അങ്ങനെ നിങ്ങൾക്ക് 3 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. അടുത്തൊരു ചോദ്യമാണ് ഇതിലത്തെ A+ ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ആംഗിൾ C എന്ന് പറയുന്നത് 140 ഡിഗ്രി ആണെങ്കിൽ ട്രയാങ്കിൾ ABC പരപ്പളം എത്രയായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം 40 പകരം 140 വരിക, 40 പകരം 140. ആംഗിൾ B കേട്ടോ, ആംഗിൾ Bയുടെ അളവ് 140 ആണെങ്കിൽ അത് ഈ കാണുന്ന 40 പകരം ഇവിടെ 140 വരികയാണെങ്കിൽ മകളെ നോട്ട് ചെയ്ത് വെച്ചോ. 140 ആണ് വരുന്നെങ്കിൽ sin 40ക്ക് പകരം sin 140 ആവും, sin 40ക്ക് പകരം sin 140 ആവും. ഇനി എല്ലാവരും അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോ. sin 10 ഡിഗ്രിയും sin 170 ഡിഗ്രിയും ഈക്വൽ ആണ്. sin 50 ഡിഗ്രിയും sin 130 ഡിഗ്രിയും ഈക്വൽ ആണ്. അതായത് കൂട്ടിയാൽ 180 കിട്ടുന്ന എല്ലാ ആംഗിളും പരസ്പരം സൈൻ്റെതെല്ലാം ഈക്വൽ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? sin 40 ഈക്വൽ ടു sin 140 എന്ന് എഴുതാം. കാരണം കൂട്ടിയാൽ 180 ആണ്. അത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. സോ ഒന്നാമത്തെ കണ്ടുപിടിച്ച പരപ്പളവ് എത്രയാണോ ആ സെയിം ആൻസർ ആയിരിക്കും രണ്ടാമത്തെ ഉണ്ടാവുക. സോ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി, 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഐഡിയ എത്ര ഉള്ളൂ? കൂട്ടിയാൽ 180 കിട്ടുന്ന സൈൻ്റെ എല്ലാ വാല്യൂസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണ്. A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ എക്സാമിനുള്ളൂ. നോട്ട് ചെയ്ത് വെച്ചു. AD ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ O. AD എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, വ്യാസമാണ്, സെൻറ്റർ O ആണ്. ആംഗിൾ C 40 ആണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം ആംഗിൾ D എത്ര എന്നാണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ അത് 40 ആണ്. രണ്ടാമത്തെ ചോദ്യം ABD എത്ര? ABD എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. വളരെ സിമ്പിളായിട്ട് കണ്ടെത്താം. കാരണം AD എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, വ്യാസമാണ്. സോ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ മട്ടമാണ്, അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി എന്ന് പറയാം. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കാതിരിക്കും. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് 6 സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? ABയുടെ ലെങ്ത് എത്ര? മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രിഗണോമെട്രി. ആ ഒരു സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നു. ട്രയാങ്കിൾ വന്നിട്ട് ഈ കാണുന്ന ആംഗിൾ തന്നു, ഇതിനെ A എന്ന് വിളിച്ചു. ഇതിൻ്റെ ഡയമീറ്റർ 2R ആണെങ്കിൽ ഈ കാണുന്ന സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2R ഇൻറ്റു സൈൻ എക്സ്. ഇത് Y ആണെങ്കിൽ 2R ഇൻറ്റു സൈൻ വൈ. ഇത് Z ആണെങ്കിൽ 2R ഇൻറ്റു സൈൻ Z. ഇതാണ് ഇക്വേഷൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 2R ഇൻറ്റു സൈൻ എക്സ്. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ 2R ഈസ് ഈക്വൽ ടു A/sin x എന്ന ഇക്വേഷനിലൂടെയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. ആർക്കെങ്കിലും ഇതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് പോയി കാണുക. ഇതാണ് ആ ഇക്വേഷൻ വരുന്നത്. ഇത് എക്സ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 2R ഈക്വൽ ടു A/sin x. ആ ഇക്വേഷനാണ് ഇവിടെ വരുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. സോ ഈ കാണുന്ന സൈഡ് ഇട്ടുണ്ടെങ്കിൽ ഒരു പണിയുമില്ല. ദാറ്റ് ഈസ് 2R ഇൻറ്റു സൈൻ 40 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു AB. അതാണ് എൻ്റെ ഐഡിയ. സോ 2R എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൽ തന്നു 6 ആണ്. സോ 6 ഇൻറ്റു സൈൻ 40 ദാറ്റ് ഈസ് 6.4, 0.64. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 64/100.
6 × 6 360, 4 384/100. So 3.84 is the right answer. ചിലപ്പോൾ ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ഈ കാണുന്ന സൈഡ് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? tan 40 യൂസ് ചെയ്യാം. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. tan 40 യൂസ് ചെയ്താൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ tan 40 ഈസ് ഈക്വൽ ടു 3.84 ഡിവൈഡഡ് ബൈ BD എന്ന് കണ്ടുപിടിക്കാം. ഇന്ന് BD കിട്ടും. 3.84 ഡിവൈഡഡ് ബൈ tan 40. 3.84 ഡിവൈഡഡ് ബൈ 0.84. ഇതും പോയി കട്ട് ചെയ്യരുത്. ഓക്കെ. ഈ BD ഇതിൽ നിന്ന് ഞാൻ അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്. BD കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? BD ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അഥവാ മട്ടത്രികോണാണ്. അതുകൊണ്ട് നമുക്ക് tan യൂസ് ചെയ്യാം. tan 40 അല്ലെ tan 50 യൂസ് ചെയ്താൽ മതി. tan 50 ഇവിടെ തരാത്തത് കൊണ്ടാണ് ഞാൻ tan 50 യൂസ് ചെയ്യാത്തത്. tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് AB ബൈ BD. അപ്പോൾ BD അങ്ങോട്ട് ഉണ്ടായാൽ BD ഈക്വൽ ടു AB ബൈ tan 40. AB ഓൾറെഡി കണ്ടുപിടിച്ചു. 3.84 ആണ് ഡിവൈഡ് ബൈ 0.84. അപ്പോൾ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് 384/100 ഡിവൈഡഡ് ബൈ 84/100. അപ്പോൾ 100 കട്ട് ചെയ്താൽ 384/84 എത്ര എന്നാണ് ഇതിന് ആൻസർ വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അത് മാത്രം കമൻറ്റ് ചെയ്താൽ പോരാ. ഈ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആകെ നമ്മൾ ഇതിൽ ടോപ്പിക്കിൽ ഒഴിവാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ മിസ് ചെയ്തൊരു കാര്യം ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ, അഥവാ മേൽക്കോണും കീഴ്ക്കോണും ആണ്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ മാത്രമായിട്ട് ഒരു കിഡിലെ ലൈവ് പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കമൻറ്റ് സെക്ഷൻ വായിച്ചതിന് ശേഷം ലൈവ് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. കാരണം വെറൈറ്റി ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള. അപ്പോൾ അത് കണ്ടാൽ ഉറപ്പായിട്ട് അതിന് ഫുൾ മാർക്ക് കിട്ടും, ഗ്യാരണ്ടി ആണ്. സോ പോയി കാണുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. മറക്കരുത് നമ്മളെ സൈലം മെസ്സേജ് എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 മില്യൺ ആവാൻ പോവാണ് ഈ വർഷം. നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കാണാം.